ഞങ്ങളിവിടെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. ഞങ്ങള് ഞായറാഴ്ച ഇവിടെ 10:30-ക്കാണ് ആരാധന തുടങ്ങുന്നത്. പക്ഷെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് ഇന്നൊരല്പം നേരത്തെ ആക്കിയിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഈ ഗ്രാമത്തിലെ ആരാധനയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് മഖാന ഫോക്സ് നട്ട് അല്ലേ? ഫോക്സ് നട്ട്. അപ്പോൾ ഈ മഖാന നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഖാനയുണ്ടോ? ഇല്ല. ഇത് പൂർണിയയുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഈ മഖാനയുടെ ഒരു ഇൻട്രൊഡക്ഷൻ? ഇതിന്റെ ഹാർവസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഇതെന്തോ ആ സംഭവം? മഖാന ഫുള്ള് വെള്ളത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. താമരയില പോലെ അതിന്റെ ഇലകൾ മാത്രമേ നമുക്ക് കാണാൻ പുറത്ത് കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് ഏറ്റവും വെള്ളത്തിന്റെ അടിയിൽ മാതളനാരങ്ങയുടെ പോലെ അതിന്റെ വിത്തുകളുണ്ട്. അത് പാകമാകുമ്പോൾ ആ മാതളനാരങ്ങ നമ്മൾ പൊട്ടിച്ചു കഴിയുമ്പോൾ എങ്ങനെ ചിതറുന്നു അതുപോലെ അതിന്റെ ഓരോരോ നട്ടുകൾ വെള്ളത്തിന്റെ അടിയിലേക്ക് ചിതറിക്കിടക്കും. അനു, ഇതെങ്ങനെ ആൾക്കാർ ഈ വെള്ളത്തിലുള്ള ഈ സാധനം എങ്ങനെ അവര് ഹാർവെസ്റ്റ് ചെയ്യുന്നത്? അവര് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഇതിന് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്. ഇതിന് 1 കിലോ അതിന്റെ നട്ട് പെറുക്കിയാൽ തന്നെ 1500 രൂപ ദിവസക്കൂലി കിട്ടുന്ന രീതിയിൽ ഒത്തിരി ബുദ്ധിമുട്ടേറിയ ജോലിയാണ്. ഇതിന് ഏറ്റവും വെള്ളത്തിന്റെ അടിയിൽ ഇതിന്റെ എല്ലാത്തിനും മുള്ളുകളുണ്ട്. ആ പ്രയാസമേറിയ ഇതിനകത്ത് അവര് വെള്ളത്തിൽ കൂടെ നടന്ന് ഒരു ചൂല് പോലുള്ള കാര്യം വെച്ച് അതെല്ലാം ഒരു സ്ഥലത്തേക്ക് വാരി കൂട്ടി, കാണാൻ പറ്റത്തില്ല, മൊത്തം ചെളിയായിരിക്കും. പക്ഷെ അവരത് പ്രയാസപ്പെട്ട് അതിന്റെ നട്ടെടുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഹാർവെസ്റ്റിംഗ് വിളവെടുപ്പ് ഒരല്പം പ്രയാസമാണ്. ഒന്നും കാര്യമായിട്ട് മുകളിൽ കാണാനില്ല. അതിന്റെ അടിയിലാണ് വിത്ത്. അവിടെയാണ് പ്രയോജനമുള്ള വിത്ത്. ഹാർവെസ്റ്റ് ഈസ് ദെയർ. പക്ഷെ ഈ വെള്ളത്തിൽ കൂടെ നടന്ന്, ചെളിയിൽ കൂടെ നടന്ന്, ഇവിടെ പാമ്പും തേളും ഒക്കെ കാണും. നടന്ന് അവിടെ ചെല്ലുമ്പോൾ അതിനടിയിലും ഉണ്ട് മുള്ളുകൾ. ഇതൊക്കെ സഹിച്ച് നന്നായിട്ട് അധ്വാനിക്കാമെങ്കിൽ നല്ല വിലയുള്ള മഖാന കിട്ടും. ഇതിന് നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? നല്ല വിലയുണ്ട്. മാത്രമല്ല ഇത് 0 കൊളസ്ട്രോൾ ആണ്. ഏറ്റവും നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു പ്രശ്നമാണ്. ഏത് രോഗമുള്ളവർക്കൊക്കെ നല്ലതാണ് കൊളസ്ട്രോൾ, ഷുഗർ. അപ്പൊ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ, BP ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് വരണം. നമുക്കിവിടുത്തെ ഒറിജിനൽ മഖാന അത് കുറച്ച് കഴിക്കാൻ കൊണ്ടുപോകാം. ഇത് പല രീതിയിൽ ഉണ്ടാക്കാം. പക്ഷെ വിഷയം അതല്ല. ഇതിന്റെ ഹാർവെസ്റ്റിങ്ങിന്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്, മുള്ളുണ്ട്, അപകടകരമായ ജീവികളുണ്ട്. ഈ വെള്ളത്തിലൂടെ അവിടെ പോകണം. അധ്വാനമുണ്ട്. നമ്മൾ തയ്യാറാണോ? യേശു പറഞ്ഞു, കൊയ്ത്തുണ്ട് വളരെ, പക്ഷെ വേലക്കാരില്ല. എന്താ വേലക്കാരില്ലാത്തത്? അധ്വാനിക്കാൻ മനസ്സുള്ള വേലക്കാരില്ല. ഈ പ്രയോജനമുള്ള മഖാന ലഭിക്കണമെങ്കിൽ അതിന് ഈ വെള്ളവും ചെളിയും ഒക്കെ കടന്ന് അവിടെ ചെന്ന് മുള്ളുകൾ സഹിച്ച്, അതെ, മുള്ള് സഹിച്ച ഒരാളുണ്ട്. എന്നെയും നിങ്ങളെയും നേടുവാനായി, ഈ വിളവെടുപ്പ് നടത്താനായി തലയിൽ മുള്ള് സഹിച്ച ഒരുവനുണ്ട്. ഹീ ഈസ് അവർ മോഡൽ. ആരാ നമ്മുടെ മോഡൽ? പുൾപിറ്റിൽ നിൽക്കുന്ന ആരോ ആണോ നമ്മുടെ മോഡൽ? ആരാ നമ്മുടെ സ്വപ്നത്തിലെ മോഡൽ? ഈ മുള്ള് സഹിക്കുന്ന ഒരു മോഡൽ, സഹിച്ചൊരു മോഡൽ നമുക്കുണ്ട്. ആ മോഡൽ നമ്മളോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വാ, നിങ്ങൾക്ക് മനുഷ്യരെ കിട്ടും. പക്ഷേ മുള്ളുണ്ട്, മുള്ള്. നമുക്ക് സഹിക്കാൻ തയ്യാറാകാം. ദാറ്റ് ഈസ് ദ ഓൺലി വേ. അപ്പോൾ വരണം, നമുക്ക് മഖാന കഴിക്കാം. പൂർണിയയിൽ വന്നാൽ. ദൈവം അനുഗ്രഹിക്കട്ടെ.